നിങ്ങൾ ഈ വീട് കണ്ടോ? ഒരു വർഗീയ പാർട്ടിയായിട്ടാണ് എല്ലാവരും മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ കാണുന്നത്. എന്നാൽ വയനാട് ദുരന്ത ബാധിതർക്ക് 51 വീട് പണി പൂർത്തിയാക്കി നൽകിയിരിക്കുകയാണ്. ഈ ഒരു വീട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ദാനം കൊടുക്കുന്ന വീടൊക്കെ ഏത് ലെവലിലായിരിക്കും, എത്രയായിരിക്കും എന്നൊക്കെ. പക്ഷേ ഇതെന്തോ ഒന്നൊന്നര വീടാണ്. നിങ്ങൾ നോക്കി, ഒരു അഡാറായിട്ടും എന്നൊക്കെ പറയത്തില്ലേ, ഇതൊരു വീടാണ്. നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അത്രയധികം നല്ല വൃത്തിയും നല്ല വലിപ്പവും നല്ല സൗകര്യവും ഒക്കെയുള്ള ഒരു വീട്. ആ ഒരു വീട് മാത്രമല്ല കൊടുത്തെ, അതിനകത്തുള്ള ഫർണിച്ചേഴ്സ്, അങ്ങനെ അതിനകത്ത് സൗകര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കിക്കേ. ഇത്രയ്ക്കും വൃത്തിയായിട്ട് പണി കഴിപ്പിച്ച് ഒരു വീട് ആർക്ക് നൽകാനാവും? ഇത്രയധികം വൃത്തിയോടും അടുക്കോടും നല്ല ഭംഗിയായിട്ട് പണി കഴിപ്പിച്ച് നമുക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത അത്രയ്ക്കും നല്ല ഒരു സൗകര്യമുള്ള വീടുകളാണ് ഈ 51 വീടും ഈ മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. അപ്പൊ ഇതിനെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ അഭിനന്ദിക്കാനും കൂടി പഠിക്കണം. അല്ലാതെ പാർട്ടി, മതം അതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ തള്ളിക്കളയാതെ, പുച്ഛിക്കാതെ, ഈ നല്ല കാര്യം ചെയ്യുമ്പോഴും വെറുപ്പോടെ കാണാതെ, ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് അഭിനന്ദിക്കാനെങ്കിലും നമ്മൾ പഠിക്കണം. അപ്പൊ ഇതുപോലെയുള്ള സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ നാടിന് ആവശ്യം. അവിടെ പാർട്ടിയോ മതമോ ഒന്നും നമ്മൾ നോക്കണ്ട. ഇതുപോലെ സമൂഹത്തിന് സേവ ചെയ്യുന്ന, സമൂഹത്തിനെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ആവശ്യം. അവിടെ പാർട്ടിയില്ല, മതമില്ല, ഒന്നുമില്ല. ആരും ആയിക്കോട്ടെ, ചെയ്ത കാര്യം നല്ലതാണെങ്കിൽ അതിനെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം. ബിഗ് സല്യൂട്ട്.